بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني നൂറുൽ ഖുലൂബ് ബുറുദ പഠനം. ഇതുപോലെ ഒരു ബുറുദ പഠനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ട് പറയാനും അത് കേൾക്കാൻ പഠിതാക്കൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഒരു ബുറുദ പഠനം മദീനയുടെ തിരുമുറ്റത്ത് വെച്ച് ഏതെങ്കിലും ഒരു ഭാഗം പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടാകേണ്ടത് ആ ഗ്രന്ഥം ആര് രചിച്ചു, ആ രചിച്ചവരാരാണ്, എന്താണ് അവരുടെ മഹത്വം, എന്താണ് അവരുടെ പവർ, ആരാണവർ, അവരെക്കുറിച്ച് പഠിക്കൽ, ആ ഗ്രന്ഥം വായിക്കാനും ആ ഗ്രന്ഥം മനസ്സിലാക്കാനും അതിനോട് നമുക്കൊരു ആത്മാർത്ഥത ലഭിക്കാനുമെല്ലാം ആ ഗ്രന്ഥം രചിച്ച ആളെക്കുറിച്ചുള്ള പഠനം കാരണമാകും. അല്ലാതെ നമ്മൾ കേവലം ഒരു പുസ്തകത്തിന് പേജ് എവിടെ നിന്ന് കിട്ടി, ഇത് ആരെഴുതിയതാണെന്നും നമുക്കറിയില്ല, അങ്ങനെ വായിക്കുമ്പോൾ ഒരു വേണ്ടത്ര മതിപ്പോ വേണ്ടത്ര ഫലമോ നമുക്ക് ലഭിക്കില്ല. മറിച്ച് ഇന്ന ആള് രചിച്ചതാണ്, ഇന്ന ആളുടേതാണ് എന്ന് നമുക്ക് ആളെപ്പറ്റി മനസ്സിലാക്കിയാൽ ആ ആളെ എഴുതിയ കിതാബ് വായിക്കാൻ നമുക്ക് വല്ലാത്തൊരു താല്പര്യമുണ്ടാവും. അപ്പം ഏതൊരു കിതാബാണെങ്കിലും അതിനോടുള്ളൊരു ബഹുമാനമാണ്, ആ കിതാബിനോടുള്ള ബഹുമാനമാണ് ആ കിതാബ് രചിച്ച മുസന്നിഫിനെ കുറിച്ച് പഠിക്കുക, അവരെക്കുറിച്ചൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് അറിയൽ. അതിനോടുള്ളൊരു അദബും ആദരവും ബഹുമാനവും നമുക്ക് പഠനത്തിൽ മികവ് ലഭിക്കാനും അവരെ പൊരുത്തം കിട്ടാനും ഒക്കെ കാരണമാകും. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്ന ബുറുദ, ആ ബുറുദയുടെ രചയിതാവിനെ നമുക്കൊന്ന് ചെറുതായി പരിചയപ്പെടാം. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം ഇമാം ഷറഫുദ്ദീൻ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിനു സഈദ് ബിനു ഹമ്മാദ് ബിനു മുഹ്സിൻ ബിനു അബ്ദുല്ലാഹി ബിനു സ്വൻഹാജ് ബിനു ഹിലാൽ സ്വൻഹാജിൽ അൽ ബൂസീരി എന്നാണ് മഹാനവറുടെ യഥാർത്ഥ നാമം. ഇത് പിതാക്കന്മാരുടെ പേര് കൂട്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഷറഫുദ്ദീൻ അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ സഈദ് അൽ ബൂസൂരി എന്ന് നമുക്ക് പറയാം. ബൂസീരി എന്ന് പറയലാണ്, ബൂസീർ എന്നതിനേക്കാളും ബൂസീരി എന്ന് പറയലാണ് നല്ല. കാരണം അത് ആ നാടിനോട് ചേർത്ത്, പിതാവിൻ്റെ നാടാകുന്ന ആ നാടിനോട് ചേർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. മഹാനവറുടെ യഥാർത്ഥ നാമം മുഹമ്മദ് എന്നാണ്. ഷറഫുദ്ദീൻ എന്നത് സ്ഥാനപ്പേരാണ്, അവിടുന്ന് വിളിക്കുന്ന പേരാണ്. അപ്പോൾ യഥാർത്ഥ നാമം മുഹമ്മദ് എന്നതാണ് ഇമാം ബൂസൂരി തങ്ങളുടെ നാമം. അത് പിന്നീട് ബുറുദയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, മുഹമ്മദ് എന്ന പേരുള്ളത് കൊണ്ട് എനിക്കും മുത്തുനബിക്കും തമ്മിലൊരു കരാറുണ്ട്. കാരണം ആ പേര് ഉള്ളത് കൊണ്ട് മുത്തുനബി എന്നെ കൈവിടൂല, എന്നെ തങ്ങൾ കൈ പിടിക്കും, എന്നെ തങ്ങൾ രക്ഷിക്കുമെന്നൊക്കെ ഇമാം ബൂസൂരി തങ്ങൾ ബുറുദയുടെ അവസാനം പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് പറയുന്ന സമയത്ത് സദവ എനിക്കൊരു അഭിമാനം, എൻ്റെ ഉമ്മ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പേരിട്ടത് ഹുസൈൻ എന്നാണ്. ആ പേര് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികളുടെ നാമമാണ്, ആ നാമമാണ് എനിക്കിട്ടത് എന്നുള്ളൊരു അഭിമാനമുണ്ട്. നമുക്കോ നമ്മുടെ മക്കൾക്കോ നമ്മുടെ പേരക്കുട്ടികൾക്കോ ഇങ്ങനെ അഭിമാനിക്കാനുള്ളൊരു മാർഗമുണ്ടോ എന്ന് സാന്ദർഭികമായി നമ്മളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഒരു രസത്തിന് മോഡൽ പേരുകളൊക്കെ നമ്മളിടും. ഈ അടുത്ത് ഒരു രക്ഷിതാവ് വിളിച്ചിട്ട് ചോദിച്ചു, ആഫത്ത് എന്ന് പേരിടാൻ പറ്റുമെന്ന്. നമ്മൾ പറയലുണ്ട്, നമ്മൾ ബൈത്തൽ ചൊല്ലുണ്ട്, എല്ലാ ബലാലും ആഫത്തും മുസീബത്തും അതിനെ തൊട്ടൊക്കെ നമ്മളെ കാക്കണം എന്നല്ല. ആ കാക്കണം എന്ന് പറയുന്ന ആ ആഫത്താണ് കുട്ടിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്നത്. കാലം പോയൊരു പോക്കാണ്. അപ്പം നമ്മുടെ മക്കൾ ഏതർത്ഥത്തിലാണ്, അവരേത് രൂപത്തിലാണ് എന്നതൊക്കെ മനസ്സിലാക്കാൻ പേര് തന്നെ ധാരാളമാണ്. അപ്പം പിന്നീട്
ഈ നമ്മുടെ മക്കളൊക്കെ ഒരു ബുർദ കേൾക്കുമ്പോൾ പടച്ചോനെ എൻ്റെ ഉമ്മ എനിക്കിട്ട പേര് ഈ രൂപത്തിലൊന്നും അല്ലല്ലോ, ഏതോ ഒരു മോഡേൺ പേരാണല്ലോ, എനിക്ക് അഭിമാനിക്കാൻ എന്താണ് ഉള്ളത് എന്ന് മക്കൾ ചിന്തിച്ചു പോകും. അപ്പം അതുകൊണ്ട് അന്ന് മക്കൾക്ക് സന്തോഷിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അവർക്കിടുന്ന പേര് മഹാന്മാരുടെ പേരോ മഹതിമാരുടെ പേരോ ഒക്കെ ആകുന്നത് അവരുടെ ജീവിത വിജയത്തിനും അവരുടെ സ്വഭാവ മഹിമക്കും പെരുമാറ്റത്തിൻ്റെ നന്മക്കുമെല്ലാം അത് കാരണമാകുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഹിജറ 608 ശവ്വാൽ 1 ചൊവ്വാഴ്ചയാണ് മഹാനവറുകൾ ജനിക്കുന്നത്. മിസ്റിലെ ദല്ലാസ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മഹാനവറുകളുടെ ജനനം. മഹാനവറുകളുടെ പ്രാഥമിക പഠനം മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ തന്നെ നാട്ടിൽ വെച്ചുകൊണ്ടാണ് മഹാനവറുകളുടെ പഠനം നടക്കുന്നത്. പിന്നീട് ഭാഷയെക്കുറിച്ചും വ്യാകരണത്തെക്കുറിച്ചും കാവ്യശാസ്ത്രം ഇതിനെക്കുറിച്ചൊക്കെ മഹാനവറുകൾ പഠിക്കാൻ ആരംഭിച്ചു. കൈറോവിൽ വെച്ച് ഇമാം ബൂസൂരി തങ്ങൾ കാവ്യരചന പഠിക്കുകയും അതോടൊപ്പം തന്നെ സീറയും ചരിത്രവും സാഹിത്യങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളും കണ്ടെത്താനും പഠിക്കാനും വലിയ താല്പര്യമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഇമാം ബൂസൂരി തങ്ങൾക്ക്. അതുപോലെ തന്നെ എഴുത്ത് മഹാനവറുകൾ അതിൽ അഗ്രഗണ്യനായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹാനവറുകളിൽ നിന്ന് 1000-ഓളം ആളുകൾ എഴുത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം ചെറുപ്പത്തിൽ തന്നെ എഴുത്തിനോട് മഹാനവറുകൾക്ക് വല്ലാത്തൊരു താല്പര്യമായിരുന്നു. ഇബ്രാഹിം ഇബ്നു അബി അബ്ദുല്ലാഹിൽ മിസ്രി എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ് മഹാനവറുകൾ എഴുത്ത് പഠിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ വിഷയത്തിലും മഹാനവറുകൾ അഗ്രഗണ്യനായിരുന്നു. ഫിഖുഹും ഗണിതവും മാത്രമല്ല ചെറുപ്പത്തിൽ തന്നെ അറബി ഭാഷയോടും അതോടൊപ്പം തന്നെ കുട്ടിപ്രായത്തിൽ തന്നെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ. അപ്പം മഹാനവറുടെ ബുദ്ധിയാണത്. അപ്പം എല്ലാ വിഷയത്തിലും മഹാനവറുകൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ പുറം ലോകം മഹാനവറുകളെ നമ്മൾ പരിചയപ്പെടുന്നത് പോലെ നമുക്കറിയുന്നത് പോലെ കാവ്യലോകത്തിലൂടെയാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പ്രസിദ്ധനാകുന്നത്. അത് തന്നെ കാവ്യലോകം നോക്കുകയാണെങ്കിൽ ഒരുപാട് കവിതകൾ അവിടുന്ന് രചിച്ചിട്ടുണ്ട്. ഖസീദത്തുൽ മുളരിയ, ഖസീദത്തുൽ മുഹമ്മദിയ, ഖസീദത്തുൽ ഖമരിയ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കവിതകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹായിട്ടും തങ്ങളുടെ കാലഘട്ടത്തിലെ ചില വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ചില സമരങ്ങൾ കാവ്യത്തിലൂടെ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ, അവരുടെ ഭാഗത്തുനിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർക്കെതിരെ കാവ്യം രചിച്ചുകൊണ്ട് മഹാനവറുകൾ പ്രതിരോധിച്ചതായിട്ട് കാണാൻ പറ്റും. മഹാനവറുകൾ 10 വർഷത്തോളം മദീനയിലും അതുപോലെ തന്നെ കുദിസിലും പിന്നീട് 13 വർഷക്കാലം മക്കയിൽ ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനായി ഏകദേശം ഒരു 23 വർഷത്തോളം പ്രവാസ ലോകത്ത് എന്നാണ് സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അവിടുന്ന് ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഈ ഹജ്ജും യാത്രയെല്ലാം കഴിഞ്ഞു വന്ന് മഹാനവറുകൾ ആത്മീയമായൊരു ലോകത്തേക്ക് കടക്കുകയാണ്. അതാണ് ആദ്യ കാലഘട്ടത്തിൽ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പ്രത്യേകിച്ച് അവിടുത്തെ കുടുംബം വളരെ ദാരിദ്ര്യമായി ജീവിക്കുന്ന കാലഘട്ടവും ഇമാം ബൂസൂരി തങ്ങൾക്ക് ഏത് വിഷയവും കവിത രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവും എഴുത്തിലുള്ള കഴിവും കാരണം കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സർക്കാർ ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം അതുകൊണ്ടായിരുന്നു കുടുംബങ്ങളും അവിടുത്തെ മറ്റേ അവിടുത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലൂടെയായിരുന്നു നിർവഹിച്ചിരുന്നത്. പിന്നീട് ഇമാം ബൂസൂരി തങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും ആത്മീയതയുമായി ബന്ധപ്പെട്ട് ആ ഒരു ലോകത്തേക്ക് കടക്കുകയും മഹാനവറുടെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രമുഖരായ അന്നത്തെ അറിയപ്പെട്ട മഹാന്മാരാണ് ഷാദുലി തരീക്കത്തിലെ
ഇബ്രാഹിമു ദസൂഖി റളിയല്ലാഹു, അബൂ ഹസൻ ഷാദുലി റളിയല്ലാഹു, അഹ്മദുൽ ബദവി റളിയല്ലാഹു, ഈ തുടങ്ങിയവരൊക്കെ ആ കാലഘട്ടത്തിലെ വലിയ ഷെയ്ഖന്മാരായിരുന്നു. അപ്പോൾ അവരിലൂടെ ആത്മീയ ലോകം സ്വീകരിക്കുകയും പിന്നീട് ഇമാം ബൂസരി തങ്ങളെ സർക്കാർ ജോലിയിലേക്ക് കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്, ഞാനും അതുമായി പൊരുത്തപ്പെട്ടു പോകൂല, അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടേക്കുക, ഞാൻ എൻ്റെ ആത്മീയ ലോകത്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. പിന്നീട് മഹാനവറുകൾ ആത്മീയ ലോകത്തേക്ക് വരികയാണ്. ഈ കാവ്യം മഹാനവറുടെ കാവ്യരചന നോക്കുകയാണെങ്കിൽ യാത്രക്ക് മുമ്പും ശേഷവുമായിട്ട് കാണാം. ഈ മക്കയിൽ പോയി മദീനയിൽ പോയി വന്നതിന് ശേഷമാണ് ഇമാം ബൂസരി തങ്ങൾ ബുറുദ പോലത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള കവിതകൾ കൂടുതലായി രചിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബുറുദയിലെ വരികളിൽ നമുക്ക് കാണാം, ലു സലമയിലെ അയൽവാസി ഓർത്തിട്ടാണോ എന്ന് പറഞ്ഞാൽ ഹിജാസ് യാത്രയിലൂടെ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലം ഇമാം ബൂസരി തങ്ങൾ കണ്ടു വന്നിട്ടാണ് ആ സ്ഥലത്തെ ഓർമ്മിച്ചുകൊണ്ട് ഇമാം ബൂസരി തങ്ങൾ ബുറുദ രചിക്കുന്നത്. അപ്പം ഈ ബുറുദയൊക്കെ ഉണ്ടാകുന്നത് ഹജ്ജ് യാത്രക്ക് ശേഷമാണ്. മക്ക മദീന അവിടുത്തെ സന്ദർശനം കഴിഞ്ഞിട്ടാണ് ഇമാം ബൂസരി തങ്ങൾ ബുറുദ അതുപോലത്തെ മറ്റു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള കവിതകൾ കൂടുതലായി രചിക്കുകയും ആത്മീയമായി ഉയരുകയും വളരുകയും ആ ഒരു ലോകത്ത് ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ജീവിക്കുകയും ചെയ്തത്. ഈ കാവ്യരചനയിൽ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ഒരുപാട് കാവ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അല്ലെ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വൈറലായത് അത് ബുറുദയാണ്. മറ്റു കവിതകളൊക്കെ ഉണ്ട്, പക്ഷെ വൈറലായതും ലോകം അറിയപ്പെട്ടതും ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ലോകം പരിചയപ്പെടുന്നതും ബുറുദയിലൂടെയാണ്. ഈ ബുറുദക്ക് തന്നെ ഒരുപാട് മഹാന്മാർ അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രന്ഥത്തിന് ഒരുപാട് വിശദീകരണം എഴുതുമ്പോൾ ആ ഗ്രന്ഥത്തിൻ്റെ കടുപ്പവും മഹത്വവും അതിൻ്റെ ബലവും നമുക്ക് എന്താക്കാൻ കഴിയും, അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എത്രയോ മഹാന്മാർ ആ ബുറുദക്ക് എന്തായിട്ടുണ്ട്, വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ മഹാനായ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാടി എത്രത്തോളം അവിടുത്തെ കൈ പിടിച്ച് ചുംബിക്കുമ്പോൾ പലർക്കും വല്ലാത്ത സുഗന്ധം മഹാനവറുകളിൽ നിന്ന് അനുഭവപ്പെട്ടിരുന്നു എന്നാണ്. മഹാനവറുകൾ നല്ല വസ്ത്രം ധരിക്കുകയും അവിടുത്തെ ആ നിരക്ക് തന്നെ വല്ലാത്ത തിളക്കമായിരുന്നു. പ്രകാശിക്കുന്ന പല്ലുകൾ, നല്ല പ്രസന്നമായ മുഖം, എല്ലാവരോടും സൗമ്യമായ വിനയമുള്ള പെരുമാറ്റം, അങ്ങനെ ജീവിച്ച മഹാന അവസാന കാലഘട്ടത്തിലൊക്കെ മഹാനെ കാണുമ്പോൾ വല്ലാത്ത ഗാംഭീര്യമായിരുന്നു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ഏതായാലും ആ ജീവിതം ഹിജറ 695 87-ാം വയസ്സിൽ അലക്സാണ്ട്രിയയിൽ വെച്ചുകൊണ്ട് ഇമാം അവറുകൾ വഫാത്താകുകയാണ്. ഉസ്താദിൻ്റെ ചാരത്ത് തന്നെ മഹാനവറുകളെയും മറവ് ചെയ്യുകയും ആ മഹാന്റെ ഇമാം ബൂസരി തങ്ങളുടെ മക്ബറയുടെ മുകളിൽ ഒരുപാട് കാവ്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട് എഴുതി വെച്ചത് ബുറുദ. ആ ബുറുദക്ക് സമാനമായി വേറെ ഒരു കാവ്യവും ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ള വരികൾ വരെ ആ മഹാനവറുകളുടെ മക്ബറയുടെ ചുറ്റുമായിട്ട് ഉൾഭാഗത്ത് എഴുതി വെച്ചതായിട്ട് കാണാം. അള്ളാഹു തആല നേരിട്ട് കാണാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല അവിടുത്തെ പൊരുത്തവും തൃപ്തിയും മദതും അള്ളാഹു നമുക്ക് നൽകി, പ്രത്യേകിച്ച് അവിടുത്തെയും ഇവിടെ മറവിട്ടെടുക്കുന്ന മഹാന്മാരുടെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല പ്രത്യേകിച്ച് നമ്മുടെയും ബുറുദ പഠിതാക്കളുടെയും എല്ലാ സതുദ്ദേശങ്ങളും അള്ളാഹു തആല പൂർത്തിയാക്കി തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തആല നീക്കി തരുമാറാകട്ടെ. ഈ പഠനം നമ്മൾ വിചാരിച്ച രൂപത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പരിപൂർണമായി എഴുതി ഹിഫ്ളാക്കി പഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമുക്ക് എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും രോഗങ്ങളും അള്ളാഹു തആല മാറ്റി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് എല്ലാ ബുറുദ പഠിതാക്കൾക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യുന്നതാണ്. ബുറുദ പഠിതാക്കളും കഴിഞ്ഞ ബുറുദക്ക് വേണ്ടി സഹായിച്ച ആളുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യും. അള്ളാഹു തആല നമ്മുടെ പഠനം കബൂലാക്കി സ്വീകരിക്കുമാറാകട്ടെ. യഥാർത്ഥ ഉദ്ദേശമാകുന്ന ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സ്വപ്നത്തിലും അതുപോലെ തന്നെ അവിടുത്തെ സിയാറത്ത് ചെയ്യാനും നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
الحمد لله